ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ 2022 മെയ് 15-ന് ഒരു പരിപാടി നടന്നത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും. എന്തായിരുന്നു? കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ വാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങായിരുന്നു. അവിടെ 10ാം ക്ലാസ്സിലെ പഠിച്ചിരുന്ന ഒരു കുട്ടി, പെൺകുട്ടി, ഒരു കുട്ടിയല്ല പെൺകുട്ടി സ്റ്റേജിലേക്ക് വരുമ്പോൾ വേണ്ട, അവിടെ വരണ്ട എന്ന് പറയുകയും പെൺകുട്ടികൾ സ്റ്റേജിൽ കയറണ്ട, രക്ഷിതാവ് സമ്മാനം വാങ്ങിയാൽ മതി എന്നുള്ള നിലപാട് എടുക്കുക കൂടി ചെയ്തിട്ടുള്ള ഒരു മതാധ്യക്ഷനാണ് അദ്ദേഹം. ആ ഒരു നിലപാട് സംഘാടകരോടൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രശ്നമില്ലേ? ഭരണഘടനാ വിരുദ്ധത വരുന്നില്ലേ? അത്തരത്തിൽ ഒരു ലിംഗവിവേചനം കാണിക്കരുത് എന്നുള്ളത് ഉണ്ടല്ലോ. അങ്ങനെയുള്ള സാമൂഹിക പ്രത്യാഘാതം വരുന്നുണ്ട്. പിന്നെ RTE ആക്ട് 2009 കുട്ടികളുടെ അവകാശം, വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായിട്ടുള്ള പരിഗണന നൽകണം എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്ന ഒരു കാര്യം. അപ്പോ ഈ ഒരു വേദിയിൽ, ഇത്തരത്തിലുള്ള വേദിയിൽ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള സ്ത്രീകളോ മന്ത്രിമാരോ MLA-മാരോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഇവർക്ക് പ്രശ്നമില്ല. അപ്പോ ഒരു 10ാം ക്ലാസ്സുകാരിക്ക് സമ്മാനം വാങ്ങാനായിട്ട് വിലക്കുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് വരുമ്പോൾ എന്തിനാണ് ഈ കാര്യം ചേർത്ത് വായിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന മോഹൻ ഭാഗവത്തിനെ കാണാനായിട്ട് സർവകലാശാല VC-മാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കാവ്യവൽക്കരണം എന്നുള്ള ഒരു ആരോപണം, സത്യത്തിൽ അതൊരു ആരോപണമല്ല, ആക്രോശമാണ്. അങ്ങനെ ഒരു ആക്രോശം നടത്തുന്നു. എന്നാൽ അങ്ങനെ ആക്രോശം നടത്തുന്നവർ ഒരു സുന്നി മത നേതാവിന്റെ, മതാധ്യക്ഷനെ ഒരു ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള സർക്കാരിന്റെ ഒരു ഔദ്യോഗിക പരിപാടിയിലേക്ക് വിളിക്കുന്നു.